ദൈവം നമുക്ക് ദാനമായി നൽകുന്ന മക്കൾ വിലമതിക്കാനാവാത്ത. ഇപ്രകാരമാണ് വലിയ തിരുമേനി അവസാനിപ്പിച്ചത്. ആ മക്കളെ നേർവഴിക്ക് നടത്തിയില്ല എങ്കിൽ ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കും. നമ്മൾ ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാനായിട്ട് നാം വിളിക്കപ്പെട്ടവരാണ്. ഓരോ തിരഞ്ഞെടുപ്പിനും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗം ദൈവം നൽകുന്ന നിയോഗമാവുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-16 നിങ്ങളെല്ലാം എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ അത്രയേ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പെല്ലാം നാം യോഗ്യമായ വിധത്തിൽ നിവർത്തിച്ചില്ല എങ്കിൽ ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് പിതാവായ യോസെഫും മാതാവായ മറിയയും പൈതലായ യേശുവിനെ വളർത്തിയത്. അവർ ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തോട് ചേർത്ത് നിർത്തി, ആത്മീയമായ ഗുണങ്ങൾ നൽകി, തലമുറകളോട് ചേർത്ത് വളർത്തി. നമ്മുടെ മക്കളെയും അതുപോലെ വളർത്തുവാൻ സാധിക്കും. വിശുദ്ധരായ പിതാക്കന്മാരും സഹോദരന്മാരുടെ ജീവിതം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നാം പിതാക്കന്മാരെയും സഹോദരന്മാരെയും ഓർക്കുന്നത്? അവരുടെ വിശ്വാസത്തെ, അവരുടെ ജീവിതാവസാനം കണ്ട് ഒരു വിശ്വാസത്തെ മാതൃകയാക്കുവിനെന്നാണ് എബ്രായർക്ക് ലേഖനം 13-7 നാം വായിക്കുന്നത്. എന്ന് വെച്ചാൽ വിശുദ്ധന്മാരെയും സഹോദരന്മാരെയും പിതാക്കന്മാരെയും എല്ലാം ഓർക്കുന്നത് അവരുടെ വിശ്വാസത്തെ മാതൃകയാക്കുവാനാണ്. എന്തായിരുന്നു അവർ തന്നതായ വിശ്വാസം? ദൈവത്തോട് കൂടി നടക്കുക എന്നുള്ളതാവുന്നു അവർ കൈമാറി തന്നതായ വിശ്വാസം. ദൈവത്തിൻ്റെ വഴി നടക്കുക. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു. വിശുദ്ധമായ വഴി കൂടി നടന്ന് മാതൃക കാണിച്ചവരായ സഹോദരന്മാരെയും പരിശുദ്ധന്മാരെയും നാം ഓർക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയോഗ്യമാക്കി തീർക്കുവാനാണ്, ആ മാതൃക ഉൾക്കൊള്ളുവാനാണ്. എന്തെന്നാൽ അവർ നടന്നതായ, ജീവിച്ചതായ, പാലിച്ചതായ വിശ്വാസത്തിൻ്റെ വഴിയിൽ കൂടി നാമും നടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തലമുറകളെയും അതിനായിട്ട് ഒരുക്കേണ്ടിയിരിക്കുന്നു.